ദൈവത്തിൻ്റെ വലിയ കൃപയാലാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇവിടെ നിൽക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇന്നലെ പറഞ്ഞൊരു വാക്ക് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നിന്റെ മുമ്പിൽ ഇന്ന് നിൽക്കുന്നവരുടെ മുമ്പിലെത്തിക്കാൻ ദൈവത്തിന് സാധ്യമാണ്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുടെ മുമ്പിലെത്തിക്കാൻ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ദിവസമാണിത്. ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദിവസമാണ്. അതെല്ലാവരും ഒന്ന് വിശ്വസിക്കാമോ? ദൂരെ നിന്ന് വന്നിട്ടുള്ളവർ, സമീപത്തുള്ളവർ, ഞങ്ങളുടെ നല്ലവരായ നാട്ടിലുള്ളവർ, അയൽവാസികളായ പ്രിയപ്പെട്ടവർ, സകലരെയും യേശുവേ നിന്റെ ബലമുള്ള ശക്തിയുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ ശക്തിയല്ല, ഞങ്ങളുടെ ബുദ്ധിയല്ല, വ്യക്തിത്വത്തിന്റെ ശ്രേഷ്ഠതയല്ല, പുണ്യങ്ങളുടെ ഗുണമല്ല, ദൈവമേ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതിന്റെ യോഗ്യത കൊണ്ടാണ്. കർത്താവേ, വിവിധ ദേശങ്ങളിൽ നിന്ന് ഈ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുമിച്ച് ഞങ്ങൾ പാടുവാണ്. സ്നേഹം ഓർക്കുമ്പോ നന്ദിയാൽ പാടും. എല്ലാവരും ചേർന്നൊന്ന് പാടിയേ. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോ അതുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നീ എന്നെ ഞാൻ എന്തുള്ളോ നാഥ, നീ എന്നെ ഓർക്കുക എന്തുള്ള ശബ്ദം ഉയർത്തി പറഞ്ഞേ. നീ എന്നെ ഹൃദയത്തോട് ചേർത്ത് എനിക്ക് സാധിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് വിശ്വസിക്കുന്ന ആഗ്രഹിക്കുന്ന നിയോഗത്തെ അതിപ്പോൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാമോ? എനിക്ക് ആ കാര്യമൊന്ന് നടന്ന് കിട്ടിയായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു പ്രാർത്ഥനയോടെയാണ് ഈ അനുഗ്രഹം എന്ന പുണ്യഭൂമിയിൽ നിങ്ങൾ കാല് കുത്തിയത്. അല്ലെങ്കിൽ ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ, ഇത്രയും സമയം മാറ്റിവെക്കാൻ നിങ്ങൾ ആരും തയ്യാറാകില്ലായിരുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും പറയാം, എവിടെയാണോ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ വിഷയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തെല്ലാം പ്രശ്നങ്ങളുടെ ഒത്ത നടുവിലാണേലും അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവം സർവശക്തനാണ്. എത്തനെ നിന്നൈകൾ എത്തനെ തേവകൾ എനശൂല നിன்றாലും പരിശുദ്ധാത്മാവേ, എത്രയോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതിനകത്തുണ്ട്. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എത്രയോ നിന്നകൾ, എത്രയോ നിന്ദകൾ, എത്രയോ തേവകൾ, എത്രയോ ആവശ്യങ്ങൾ, എത്രയോ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും ഞാൻ നിന്നെ മാത്രം നോക്കുന്നു. ബൈബിൾ പറയുന്നു, ദൈവത്തെ നോക്കിയവർ
പ്രകാശിതരായി. അവിടുത്തെ നോക്കിയ വ്യക്തികൾ, കുടുംബങ്ങൾ ഇരുട്ടിലായി പോയി എന്നല്ല, പ്രകാശിതരായി എന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞേ, എത്തനൈ നിന്നകൾ, എത്തനൈ ദേവകൾ, എന്നെ സൂഴ നിன்றாலும் உம்மை பார்க்கின்றேன் എന്ന് പറഞ്ഞേ. എത്തനൈ നിന്നകൾ, എത്തനൈ ദേവകൾ, എന്നെ സൂഴ നിன்றாலும் ഉമ്மை பார்க்கின்றேൻ. രണ്ടു കരങ്ങളെയും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? കണ്ണുകളടച്ച് എനിക്ക് സാധിച്ചു കിട്ടണം, എന്റെ ജീവിതത്തിൽ ഈ വിഷയത്തിനകത്ത് എനിക്കൊരു അത്ഭുതത്തെ കാണാൻ കഴിയണം. ഈ വിഷയത്തെ ഞങ്ങൾ പ്രാർത്ഥനയോടെ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഈ ജനം ഈ കരമുയർത്തി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും വലിയ വലിയ റിസ്ക് എടുത്തിട്ടാണ്, വളരെ കഷ്ടപ്പാട് സഹിച്ചാണ് ഈ സ്ഥലത്ത് വന്നു ചേർന്നിട്ടുള്ളത്. ആ കഷ്ടപ്പാട് അങ്ങ് കാണാതെ പോകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രയോ ദൂരെ നിന്ന്, എത്രയോ അകലെ നിന്ന്, എത്രയോ ത്യാഗം സഹിച്ച് ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നിട്ടുള്ള ഈ ജനത്തിന്റെ കഷ്ടപ്പാടുകൾ അങ്ങ് കാണാതെ പോകരുത്. കർത്താവേ, ഈ ജനത്തിന്റെ വേദനകൾ അങ്ങ് കാണാതെ പോകരുത്. ഈ ജനത്തിന്റെ കണ്ണുനീരങ്ങ് കാണാതെ പോകരുത്. ഈ ജനത്തിന്റെ ആവശ്യങ്ങൾ അങ്ങ് തള്ളിക്കളയരുത്. ഇതൊരുപാട് ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. കരങ്ങളെ ഉയർത്തി സ്തുതിക്കുന്നു. ജീസസ്. എല്ലാവരും സ്തുതിക്കുന്നു, എല്ലാവരും സ്തുതിക്കുന്നു, എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നീ എന്നെ സ്നേഹിച്ചതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ ഓരോരുത്തരും യോഗ്യരായി തീരുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ഹല്ലേലൂയ. എല്ലാവരെയും വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുകയാണ്. ചില അമ്മമാർ അവരുടെ കൈക്കുഞ്ഞുങ്ങളോട് കൂടെ വന്നിട്ടുള്ളവരുണ്ട്. ഇന്നലെയും ഉണ്ടായിരുന്നു. കിടക്കാൻ ഒരു സ്ഥലമോ ഒരു കട്ടിലോ പോലും ഇല്ലെങ്കിൽ പോലും ആ കൈക്കുഞ്ഞിനെയും കൊണ്ട് അവർ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചു, ഈ സഹോദരിയുടെ കഷ്ടപ്പാട്, എന്തോ ഒരു സങ്കടം ഉള്ളതുകൊണ്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ വന്നത്. ആ കണ്ണുനീര് കാണാതെ പോകരുത് കർത്താവേ എന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുവാനുള്ള യോഗ്യത ഉണ്ടായിട്ടല്ല, അതൊരു നിയോഗമാണ്. ഒരു സാധാരണ വീട്ടിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. അത്ര വലിയ കുടുംബ പാരമ്പര്യമോ മഹിമയോ ഒന്നും അവകാശപ്പെടാനില്ല. പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ വചനവുമായി നിർത്തുന്ന ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തിന് ഞാൻ എപ്പോഴും നന്ദി പറയാറുണ്ട്. ഏത് പ്രാർത്ഥനാലയവും ദൈവത്തെ ആരാധിക്കുന്ന ഏത് സ്ഥലവും അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. ഇന്ന സ്ഥലത്തെ പോകാവൂ, ഇന്ന സ്ഥലത്തെ പ്രാർത്ഥിക്കാവൂ, ഇന്ന പ്രാർത്ഥനയെ ചെല്ലാവൂ, അങ്ങനെയില്ല. അങ്ങനെയുള്ള അസൂയയോ സ്വാർത്ഥതയോ ഞങ്ങൾക്കില്ല. എവിടെയായാലും ഒരാഗ്രഹമുണ്ട്, ആ ജനം ആ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിക്കപ്പെടണം. അവർ ദൈവത്തെ അറിയണം, ദൈവവചനം എന്താണെന്ന് അറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ, പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചിരുന്നു. ആ വാക്ക് എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു വാക്കാണ്. അത് ഇന്ന് ഒരുപാട് ആളുകളുണ്ട്, അവരുടെ ശ്രദ്ധയിൽ മാത്രം അത് കൊണ്ടുവരുവാണ്. അതായത് നിങ്ങൾ ഞാനും പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഈ കാര്യം ഒരിക്കലും ആരോടും പറയില്ല. ഒരാൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നിനെ നിങ്ങൾ ആ വ്യക്തിക്ക് ഓർമ്മപ്പെടുത്തരുത്. മനസ്സിലായോ? ഒരാൾ മറക്കാൻ ആഗ്രഹിക്കുന്നതിനെ നമ്മൾ ഓർമ്മപ്പെടുത്തരുത്. ചിലപ്പോൾ അവർ നമ്മളോട് പറയും, സുഹൃത്തെ, ഞാൻ കുറേ നാളുകൊണ്ട് ഇതെല്ലാം ഒന്നും മറക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുക, വീണ്ടും നിങ്ങളത് ഓർമ്മപ്പെടുത്തിയല്ലോ, കഷ്ടമുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഉണ്ട്, ചിലതൊക്കെ മറക്കാൻ ആഗ്രഹിക്കുന്നതാണ്. പതുക്കെ പതുക്കെ നമ്മൾ തന്നെ അത് മറക്കുമാ.
ചിലർ പറയില്ല, എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്നുണ്ടായ കുറേ തിക്താനുഭവങ്ങൾ ഞാൻ മറക്കാൻ ശ്രമിക്കുവാണ്. അപ്പോഴാണ് ചിലർ അതിനെക്കുറിച്ച് കുത്തി കുത്തി ഓർമ്മപ്പെടുത്തും. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരോടും പറയാം, ആരെങ്കിലും മറക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യത്തെ പ്രാർത്ഥിക്കുന്ന ഞാനും നിങ്ങളും ഒരിക്കലും ആ വ്യക്തിക്ക് വീണ്ടും ഒരു മുറിവുണ്ടാകത്തക്ക വിധം ഓർമ്മപ്പെടുത്തി അയാളുടെ ഓർമ്മയിൽ അത് കൊണ്ടുവരരുത്. അയാൾ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. ഒരാൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് അധികമായി മദ്യപിച്ച ഒരു മുഖവുമായി ഞാൻ കണ്ടു. അയാൾ അങ്ങനെ മദ്യപിച്ച് കാണുന്ന ഒരാളല്ല, പക്ഷെ അയാളുടെ മുഖവും മുഖത്തെ കളറും ഒക്കെ മാറി, കണ്ണിനൊക്കെ ചെറിയ മാറ്റമുണ്ട്. നിങ്ങൾ നന്നായിട്ട് കുടിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞൊരു വാക്കാണ് എൻ്റെ ഭാര്യ. ഞാൻ ഇന്നലെ വീട്ടിൽ ചെന്നപ്പോ ഞാൻ മറക്കാൻ ആഗ്രഹിച്ച് ഒരുപാട് നാളായി ശ്രമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു മറക്കാൻ. അത് കുത്തി 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 പറഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, അതാ ഞാൻ പോയി കുടിച്ചത്. ഒരാൾ മറക്കാൻ ആഗ്രഹിക്കുന്നതിനെ നമ്മളായിട്ട് ഓർമ്മപ്പെടുത്താൻ നിൽക്കരുത്. ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അവരെ കുറിച്ച് എന്നെ കുറിച്ചൊക്കെ നിങ്ങൾക്കും എനിക്ക് നിങ്ങളെക്കുറിച്ചും ചിലതൊക്കെ അറിയാം. ഞാൻ ഉദാഹരണം പറയുവാണ്. ഒരാളെ കുറിച്ച് അറിയാം, അയാളുടെ ഭർത്താവ്, ആ സഹോദരിയുടെ ഭർത്താവ് സ്നേഹത്തിലല്ല, ഇച്ചിരി വിട്ടാ നിൽക്കുന്നതെന്ന് അറിയാം, നന്നായിട്ടറിയാം. പക്ഷെ എന്നാലും ചോദിക്കുക, ഭർത്താവിന് എന്നാ ഉണ്ട് വിശേഷം? ഭർത്താവ് വിളിച്ചായിരുന്നോ? ശരിക്കും അറിയാൻ വിളിച്ചിട്ടില്ലെന്ന്, പക്ഷെ എന്നാലും ഒരു കുത്ത്, ഒരു സന്തോഷം. ചില കാര്യങ്ങൾ ചിലർ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാർ എന്തൊക്കെയോ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. ആ പഴയ സങ്കടമൊന്നും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാതെ അതങ്ങ് പോട്ടെ എന്നാ ചിന്തിക്കുന്നത്. ഞാൻ ഒരാളോട് ചോദിച്ചു, നിങ്ങൾ കുറേ നാളായല്ലോ പള്ളിയിലൊക്കെ പോയിട്ട്. വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, പള്ളിയിൽ പോകുമ്പോൾ ചില ആളുകൾ ഓരോന്നോരോന്ന് ചോദിക്കും, പിന്നെ അതെല്ലാം ഭയങ്കര സങ്കടം, അതുകൊണ്ട് ഞാനിപ്പോൾ പോകാറില്ല. കണ്ടോ, ചിലർ ആരാധിക്കാൻ പോലും പേടിച്ചിട്ട് പോകുന്നില്ല. ചിലരൊക്കെ ചിലത് ചോദിക്കുമെന്ന്. വേറൊരാൾ ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു കാര്യത്തെ വീണ്ടും ചോദിക്കാൻ പോവല്ലേ. ഒരാൾക്ക് ഇഷ്ടമല്ല ഇന്ന കാര്യം ചോദിക്കുന്നത്, നമ്മളത് പറയാൻ പോകരുത്, ചോദിക്കാൻ പോകല്ല്. ഒരാൾ മറക്കാൻ ശ്രമിക്കുന്നതിനെ ആ സമയം നമ്മളായിട്ട് അത് ഓർമ്മപ്പെടുത്തരുത്. അതൊരു പുണ്യമാണ്. പ്രാർത്ഥിച്ചാ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.